ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. അപ്പൊ 2025 ഓൾമോസ്റ്റ് എൻഡ് ആവാനായി. അപ്പൊ നമ്മൾ സിനിമാ ലവേഴ്സിന് ബാക്കിയായിട്ടുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രമാണ്. ഓഫ് കോഴ്സ് ഈ വർഷത്തെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് പടം അല്ലെങ്കിൽ ഈ വർഷത്തെ ബെസ്റ്റ് പടം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോ എന്റെ കാര്യം ഞാൻ ആദ്യം പറയാം. എനിക്ക് ഈ വർഷം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് തുടരും. തരുൺ മൂർത്തി ഫാൻ ബോയ് പടം ഇൻ ദ സെൻസ് അതിൽ ഒരുപാട് അടിയും പിടിയും കാര്യങ്ങളൊന്നും ഉണ്ട് എന്നല്ല. ലാസ്റ്റ് പടം കഴിയുന്ന സമയത്ത് മോഹൻലാൽ തുടരുന്ന എഴുതി കാണിക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടിയൊരു ഓറയുണ്ട് മോനെ. അതിന് പകരം വെക്കാൻ എനിക്ക് ഇക്കൊല്ലം വേറൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയിട്ടേ ഇല്ല. നിന്റെ കാര്യം നീ പറഞ്ഞോ? എനിക്ക് ഓഫ് കോഴ്സ് തുടരും. പിന്നെ എനിക്ക് ലോകോടി ഒരു പാൻ ഇന്ത്യൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ മൈൽ സ്റ്റോൺ 300 കോടി ഫസ്റ്റ് 300 crore ഗ്രോസ് ചെയ്തു മോളിവുഡ്. അത് വലിയൊരു കാര്യം തന്നെ. ലോക മോശമെന്നല്ല ഞാൻ പറയുന്നത്, ലോകയും അടിപൊളിയാണ്. പിന്നെ ചെറുതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു പടം പടക്കളാണ് കേട്ടാ. കണ്ടിട്ടുണ്ടാ? അത് നമ്മുടെ സന്ദീപ് ഷറഫ് ടീമിന്റെ അല്ല, സുരാജ് ഉണ്ടല്ലോ, പഴയ കോമഡിയിലും OTT-യിലുണ്ട്. പടം കണ്ടു നോക്ക്. പിന്നെ ഇക്കൊല്ലം ഒരുപാട് നല്ല നല്ല ത്രില്ലേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി, രേഖാചിത്രം, നമ്മളെ ഐഡന്റിറ്റി. ആ പടം ഈ ലിസ്റ്റിലില്ല, പക്ഷെ നല്ല നല്ല ത്രില്ലേഴ്സ് ഇക്കൊല്ലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇക്കൊല്ലം ഇറങ്ങിയ പടം അല്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത് ചോട്ടാ മുംബൈ. അത് ആഘോഷാക്കുന്ന ട്രെൻഡ് വന്നത് ചോട്ടാ മുംബൈ. അത് ഭയങ്കര വൈബായിരുന്നു തിയേറ്ററിൽ ആ പടം. അത് എന്റെ രാവണപ്രഭു വന്നു. എല്ലാരും വിചാരിക്കേണ്ട കത്താവ് ലാലേട്ടൻ ഫാൻസ് ആണ്. മമ്മൂക്കേന്റെ ഈ വർഷം 3 പടമാണ് വന്നത്. അതിൽ ഒന്ന് ഇത് നമ്മുടെ ഡൊമിനിക്ക്, പിന്നെ ബസൂക്ക പൊട്ടിപ്പോയി പടം, പിന്നെ ഇത് കളങ്കാവില് കളങ്കാവില് ബെറ്റർ ആയിരുന്നു. അപ്പോ ഈ വർഷം നിങ്ങൾ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പടം ഏതാണെന്നില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. അതുപോലെ അടുത്ത വർഷത്തേക്ക് ഏത് പടം നിങ്ങൾ മതിയടാ, ലാലേട്ടൻ ഫാൻസിന് ആവശ്യമില്ലാതെ ഇക്കൊല്ലം കിട്ടിയിട്ടുണ്ട്. അടുത്ത പോലെ കിട്ടും. ഓക്കെ, നീ വെയിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഈ വർഷം കണ്ടതിൽ ബെസ്റ്റ് പടം ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യും. അതുപോലെ അടുത്ത വർഷത്തേക്ക് ഏത് പടമാണ് വെയിറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ കമന്റ് ചെയ്യും. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും അടിച്ച് പൊളിക്കും. ഓക്കെ, താങ്ക് യു.